നമുക്കറിയാം, ജോസ് കെ മാണി 5ാം തവണയാണ് പാർലമെൻറ്റ് അംഗമായി ഇരിക്കുന്നത്. 2 തവണ ലോക്സഭയിലും ഇപ്പോൾ 3ാം തവണ രാജ്യസഭയിലും അംഗമായിരിക്കുകയാണ്. ജോസ് കെ മാണിയെ പറ്റി നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അഭിപ്രായം നമ്മൾ പറയുന്നത്, ജോസ് കെ മാണി അങ്ങനെ സംസാരിക്കാറില്ല. പക്ഷേ സംസാരിച്ചാൽ അത് വാർത്തയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കേരള രാഷ്ട്രീയത്തിൽ വളരെ സുപ്രധാനമായ ഒരു സ്ഥാനത്തേക്കാണ് അദ്ദേഹം ഇന്ന് എത്തിയിരിക്കുന്നത്. മാണി സാറിന് ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരു സ്ഥാനം കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് അദ്ദേഹത്തിനുണ്ട്. മുന്നണി രാഷ്ട്രീയത്തിൻ്റെ സന്തുലിതാവസ്ഥ ഒരുപക്ഷെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു സാന്നിധ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ എപ്പോഴും വിമർശനാത്മകമായി അദ്ദേഹം വിലയിരുത്തപ്പെടുന്ന ഒരു കാര്യമാണ്. കേരള കോൺഗ്രസ് എവിടെ നിൽക്കുന്നു, അതിനൊരു മുൻതൂക്കം ഉണ്ട് എന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നമ്മളോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങളാണ് ഇനി നമുക്ക് വന്ന് ചെയ്യുന്നത്. തീർച്ചയായും വീണ്ടും രാജ്യസഭാംഗമായി തിരഞ്ഞെടുത്ത അദ്ദേഹത്തിന് കോട്ടയത്തെ എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും പേരിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ ആദ്യം തന്നെ നേരുന്നു. കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് കോട്ടയത്തിൻ്റെ കാര്യങ്ങൾ സഭയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ കോട്ടയം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ നമുക്ക് സുപ്രധാനമായ പല വികസന പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം ലോക്സഭാംഗമായിരുന്ന കാലഘട്ടത്തിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇനിയും പുതിയ പദ്ധതികൾ തീർച്ചയായും നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് രാഷ്ട്രീയമില്ല, നമുക്ക് മൊത്തത്തിലുള്ള ഒരു പുരോഗതിയാണ് നമ്മളുടെ ആവശ്യം. കോട്ടയത്തിന് ഇപ്പോൾ ജോസ് കെ മാണി MP ഉണ്ട്, ഫ്രാൻസിസ് ജോർജുണ്ട്, കൂടാതെ ഒരു കേന്ദ്രമന്ത്രിയെ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായും ഇവരെല്ലാവരും കൂടി ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൽ നമുക്ക് കോട്ടയത്തിൻ്റെ, ഈ കേരളത്തിൻ്റെ പുരോഗതിക്ക് ഉതകുന്ന രീതിയിൽ ഒരു കോർഡിനേഷൻ കൂടി പ്രവർത്തിക്കും എന്ന് നമുക്ക് ആശിക്കാം. അതോടൊപ്പം തന്നെ ജോസ് കെ മാണിക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടുകൂടി ഈ മുഖാമുഖം പരിപാടിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. ബഹുമാന്യരായ മാധ്യമപ്രവർത്തകർ, സ്നേഹിതരെ, വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന കോട്ടയം പ്രസ് ക്ലബിന് പ്രത്യേകം നന്ദി നേരുകയാണ്. ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യസഭയുടെ ടേം തീരുന്ന ആ ദിവസം ഇവിടെ പത്രസമ്മേളനം നടത്തിയിരുന്നു. അന്ന് ഒരാവശ്യം മുന്നോട്ട് വയ്ക്കുകയുണ്ടായത് മീറ്റ് ദ പ്രസ് നടത്തണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തീരുമാനിച്ചതാണ്. അത് മാത്രമല്ല, പുതിയ പാർലമെൻറ്റ് അല്ലെങ്കിൽ ലോക്സഭ ചേർന്നു. അതുപോലെ തന്നെ സത്യപ്രതിജ്ഞ, എൻ്റെ അടുത്ത ടൈമിലേക്കുള്ള സത്യപ്രതിജ്ഞ രാജ്യസഭയിലേക്ക് കഴിഞ്ഞ് ആദ്യമായി ഇവിടെ വരികയും നിങ്ങളെയും കാണാനുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരു 15 വർഷക്കാലത്തോളം പാർലമെൻറ്റ് അംഗമെന്ന നിലയ്ക്ക് നിങ്ങൾ ഓരോരുത്തരും വളരെ ഹെൽത്തി ആയിട്ടുള്ള പിന്തുണയും സഹായവും നൽകിയിട്ടുണ്ട്. അതിന് ഞാൻ വളരെയധികം നന്ദിയും ഈ സന്ദർഭത്തിൽ നേരുകയാണ്. തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായം ഉണ്ടാകണം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മൾ ഒരുമിച്ച് കോട്ടയത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുക. നിങ്ങളുടെ സഹായം ഉണ്ടാകണം. കഴിഞ്ഞ 10 വർഷത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് എനിക്ക് പാർലമെൻറ്റ് അംഗം എന്നതൊക്കെ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിനകത്ത് നമ്മൾ എടുത്ത് നോക്കിയാൽ നമ്മൾ കേരള സംസ്ഥാനത്തെ മാത്രമല്ല, നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ, ഞാൻ പൊതുവായിട്ടുള്ള രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. രാജ്യത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ വിൽ ഓഫ് ദി പീപ്പിൾ എന്ന് പറയുന്നത് BJP സർക്കാരിൽ നിന്ന് അധികാരത്തിൽ മാറ്റണം എന്നുള്ളതാണ്. വിൽ ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത്
അവർ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തെയും അതോടൊപ്പം തന്നെ മതേതരത്വത്തെയും കാത്തു സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിനാവശ്യമായത് ഭരണഘടനയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോൾ അവരുടെ ആഗ്രഹം ഭരണഘടനയെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ആ ഭരണഘടനയിൽ കൂടെ നമ്മുടെ ജനാധിപത്യത്തെയും മതേതരത്തെയും സംരക്ഷിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആ BJPക്ക് പ്രതീക്ഷിച്ച അല്ലെങ്കിൽ അവർ പ്രഖ്യാപിച്ച സീറ്റുകൾ ലഭിക്കാതെ ഒരു മുന്നണി സർക്കാരിലേക്ക് ചെന്നെത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് പാർലമെൻറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഓപ്പോസിഷൻ ലീഡർ ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു ഓപ്പോസിഷൻ ലീഡർ ഉണ്ടായി. അവർ ആ ഓപ്പോസിഷൻ ലീഡർ എന്ന നിലയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഇന്ന് പ്രതിപക്ഷത്തിനുണ്ട്. ആ പ്രതിപക്ഷത്തിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല, പ്രതിപക്ഷമാകെ ഇന്ത്യ മുന്നണിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷമായിട്ട് നിൽക്കുന്ന ആരൊക്കെ ഏതെങ്കിലും പാർട്ടികളുണ്ടെങ്കിൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഈ ഭരണഘടനയെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. അതാണ് ഇന്ന് ആമുഖമായി നമ്മുടെ കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് കേന്ദ്രത്തിലുണ്ടായ മാറ്റങ്ങളെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ഒരു പാർലമെൻറ്റ് അംഗമെന്ന നിലയ്ക്ക് നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെയും നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ സാമൂഹിക വിഷയങ്ങളിൽ വളരെയധികം പോരാട്ടങ്ങൾ എനിക്ക് നടത്തുവാൻ കഴിഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിന് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഇവിടെ സംസാര വിഷയമായിട്ടുള്ള റബ്ബറിൻ്റെ വിഷയമാകട്ടെ. അന്ന് ഞാൻ ഓർക്കുന്നു, ആ റബ്ബറിൻ്റെ വിഷയത്തിൽ ഈ പാർലമെൻറ്റ് അംഗം നിലയ്ക്ക് 7 ദിവസത്തോളം നിരാഹാര സത്യാഗ്രഹം ഇവിടെ നടത്തിയത്. അതിനുശേഷം നടത്തിയ ഡയലോഗുകളിൽ അന്ന് പ്രധാനമായും അന്നും നിർമ്മല സീതാരാമൻ അന്ന് മന്ത്രിയായിരുന്നു, അന്ന് കമ്മീഷൻ മന്ത്രിയായിരുന്നു, അവരുമായി എടുത്ത ചർച്ചകൾ നടത്തിയതൊക്കെ ഓർക്കുകയാണ്. അത് മാത്രമല്ല, അതിനകത്ത് പാർലമെൻറ്റിനകത്തും പുറത്തും നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ റബ്ബറിൻ്റെ വിഷയത്തിൽ. അതോടൊപ്പം തന്നെ നമുക്കറിയാം, വന്യജീവിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമ്മൾ അധികം പാർലമെൻറ്റിനകത്തും പുറത്തും ഇവിടെയൊക്കെ അതിനുള്ള നമ്മൾ അമെൻമെൻറ്റ് മാത്രമല്ല, അത് 1972 വന്യമൃഗ സംരക്ഷണ ബില്ല് അമെൻഡ് ചെയ്യണം എന്ന് മാത്രമല്ല, ചില നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഞാൻ സംസാരിക്കുകയുണ്ടായി. അത് ദീർഘമായി അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഒരു സെൻറ്റൻസ് ഞാനൊന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നില്ല. നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന വന്യമൃഗം പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ, ഹാബിറ്റാറ്റ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജനവാസ കേന്ദ്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ വിളിച്ചല്ല സംരക്ഷണം എന്ന് പറയുന്നത്, അത് പോലീസിനെ വിളിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ വിളിച്ച് പുറത്തേക്ക് ഇതാ വന്യമൃഗം വന്നു എന്ന് പറഞ്ഞാൽ വന്യമൃഗത്തിന് സംരക്ഷണം കൊടുക്കും, ജനത്തിനല്ല. അതാണ് അതിൻ്റെ ലോ പറയുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് മിനിസ്ട്രി നമ്മുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയാണ് അതിവേഗം പോകുന്ന വാഹനങ്ങളെ പിടിക്കുന്നത്, അല്ലെങ്കിൽ ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് നോക്കേണ്ടത്, അല്ലെങ്കിൽ കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത്, ഫിറ്റ്നസ് നോക്കേണ്ടത് ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയാണ്. പക്ഷെ അവരാണോ നോക്കുന്നത്? അല്ല, പോലീസാണോ നോക്കുന്നത്. കാരണം അവർക്ക് അതിനുള്ള റിസോഴ്സസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ വന്നു കഴിയുമ്പോൾ നമുക്കത് പ്രാദേശികമായി കേരള സംസ്ഥാനത്ത് അങ്ങനെ ഒരു അമെൻമെൻറ്റോ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം. ലോ സെക്രട്ടറി ഉൾപ്പെടെയുള്ളത് പരിശോധിച്ച് അങ്ങനെയാണെങ്കിൽ ആ പരിശോധന നടത്തി ഉടനടി ഒരു അമെൻമെന്റ് ഇവിടെ നടത്തേണ്ടതുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കഴിഞ്ഞ ദിവസം കേരള ഹൗസിലുണ്ടായിരുന്നു, നേരിട്ട് കണ്ട് ഒരു അരമണിക്കൂറിനോളം ഈ കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്തു. അതിന് മാത്രമല്ല, ഒരു വൈരുദ്ധ്യമല്ലേ. വന്യമൃഗ സംരക്ഷണ ബില്ലിൽ വന്യമൃഗത്തിന് സംരക്ഷണം കൊടുക്കുന്നു, മനുഷ്യനില്ല, പുറത്തേക്ക് വന്നു. മനുഷ്യൻ വന്യമൃഗത്തിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയാൽ അത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ജയിലിൽ പോകും. പക്ഷേ IPCയിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ജനത്തിന് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. അത് രണ്ടും കോയിൻസൈഡ് ചെയ്യുകയാണ്. ഇതിനൊരു പരിഹാരം കാണണം. അത് നിയമ ഭേദഗതി കൂടെയാണ്. മറ്റൊരു നിയമ ഭേദഗതി കേന്ദ്രത്തിൽ, അതാണ് ഏറ്റവും സുപ്രധാനത്. ഈ പോരാട്ടം കൂടാതെ നമുക്കറിയാം, മണിപ്പൂരിൻ്റെ വിഷയത്തിൽ ഏറ്റവും ആദ്യമേ ചെന്നതും ഇതുമായി പ്രതികരിച്ചതും മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിൽ ബ്ലൂ എക്കോണമിയുമായി ബന്ധപ്പെട്ട രാജ്യത്ത് ആദ്യമായ ഒരു ലെജിസ്ലേഷൻ വേണമെന്ന് പറഞ്ഞത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. കടലിൻ്റെ അവകാശം കടലിൻ്റെ മക്കൾക്ക്. കാരണം നമുക്കറിയാം, ഇന്ന് 500 കിലോമീറ്ററോളം കേരള സംസ്ഥാനത്ത് തീരദേശമുണ്ട്. ഇന്ന് ദേശീയ തലത്തിൽ 7500 കിലോമീറ്ററോളമുണ്ട്. അവിടെയൊക്കെ എപ്പോഴും ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ മത്സ്യത്തൊഴിലാളികളെയാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അവർക്ക് മത്സ്യബന്ധനമായിട്ട് പോകാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ റൂൾ പാസ്സാക്കണം. ആ റൂള് 2008 ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്ന് പറയുന്നത് ആദിവാസികൾക്ക് വേണ്ടി റൂൾ പാസ്സാക്കി വനത്തിനകത്ത് താമസിക്കാം, വനവിഭവങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് രൂപം കൊടുക്കണം എന്ന്. അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ബ്ലൂ എക്കോണമിയായിട്ട് ബന്ധപ്പെട്ടും വിഷയങ്ങൾ, ഇവിടുത്തെ മറ്റ്
നമ്മുടെ GSTയുടെ നമ്മുടെ ബഫർ സോണിൻ്റെ വിഷയം നമ്മൾ ഏറ്റെടുത്തു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറഞ്ഞ നിയമ ഭേദഗതി നമുക്ക് പട്ടയവുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം പട്ടയവുമായി ബന്ധപ്പെട്ട് നമ്മളെ കേന്ദ്രത്തിലും അതേപോലെ ഇവിടെയും നമ്മൾ സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഉപാധിരഹിത സർവ സ്വതന്ത്ര ഭൂമി അത് കർഷകരുടെ അവകാശമാണ്. ആ മുദ്രാവാക്യമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. മാണി സാറിൻ്റെ ആ ആലുവ സാമ്പത്തിക പ്രമേയം എടുത്തു നോക്കിയാൽ 1973 എടുത്തു നോക്കിയാൽ ആദ്യത്തെ 20 ഐറ്റംസ് പറയുന്ന ആദ്യമത്തെ ഐറ്റമാണ് എന്തെങ്കിലും നമുക്കിരിക്കുക. ആദ്യത്തെ ഐറ്റമാണ് കർഷകർക്ക് എന്ത് ചെയ്യണം കൃഷിഭൂമിയിൽ എന്നുള്ളത് സ്വാതന്ത്ര്യം. അത് ഇപ്പോഴും ഇല്ല. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വലിയ പോരാട്ടം നമുക്ക് നടത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഞാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നമുക്കറിയാം, ഇവിടെ ജയകുമാർ ഇപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പം 75 വർഷം കഴിഞ്ഞു കോട്ടയം, ഇനിയിപ്പം 100 വർഷത്തേക്ക് പോവുകയാണ്, എങ്ങനെയാകണം കോട്ടയം എന്നുള്ള ഒരു കാര്യത്തിലേക്കൊക്കെ എന്താ ഒരു പാർലമെൻറ്റ് അംഗമാകട്ടെ, ഒരു MP ആകട്ടെ, ഒരു MLA ആകട്ടെ, ഒരു പ്രാദേശിക സർക്കാരിൻ്റെ എന്ന് പറഞ്ഞ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളാകട്ടെ, അവർക്കുള്ള ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ MP ഫണ്ട് ഉണ്ടാവും, MLAക്ക് MLAയുടെ ആസ്തി ഫണ്ട് ഉണ്ടാവും, പ്രാദേശിക വികസനം ഉണ്ടാവും. അത് വിനിയോഗിക്കേണ്ട അത് എന്ന് പറയുന്നില്ല, അത് വിനിയോഗിക്കണം. പക്ഷെ അത് മാത്രമല്ലല്ലോ, അത് നമുക്ക് ഫണ്ടിങ് വന്നാൽ അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു, ഈ റോഡിന് കൊടുത്തു. ഞാൻ പറയുന്നത് അൺപ്ലാൻഡ് ആയിട്ട് പോകും. അവിടെ ഒരാൾ കുറേ പേര് ഇങ്ങനെ നമുക്ക് വലിയ സമ്മർദ്ദം വരുമ്പോൾ അങ്ങോട്ട് ഇച്ചിരി റോഡ് കൊടുത്തു, ഇങ്ങോട്ട് ഇച്ചിരി കുടിവെള്ളം കൊടുത്തു. പക്ഷെ അതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ അതിനപ്പുറം നമുക്ക് സിഗ്നേച്ചർ പ്രോജക്റ്റ് കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ സിഗ്നേച്ചർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര, ഇപ്പോൾ MP എന്ന നിലയ്ക്ക് കേന്ദ്ര പദ്ധതികൾ, MLA എന്ന നിലയ്ക്ക് സംസ്ഥാനത്തിൻ്റെ ചില പദ്ധതികളുണ്ടല്ലോ, ശ്രദ്ധേയമായ പദ്ധതികൾ. പ്രാദേശിക വികസന സർക്കാരുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധേയമായ, വെറും റോഡിന് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത്, അതിനപ്പുറത്തേക്ക് ശ്രദ്ധേയമായ സാമൂഹ്യ വിഷയങ്ങൾ പരിഹരിക്കുവാൻ അല്ലെങ്കിൽ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വളരെയധികം അഭിമാനമുണ്ട്. ഈ പറയുന്ന കേരള സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളും അല്ലെങ്കിൽ ഈ രാജ്യത്തെ ലോക്സഭാ മണ്ഡലങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പദ്ധതികൾ കേന്ദ്ര പദ്ധതികളും അതോടൊപ്പം തന്നെ സംസ്ഥാനവും കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞു ഈ ലോക്സഭാ മെമ്പർ എന്ന നിലയ്ക്ക് എന്നുള്ളതിൽ അഭിമാനമുണ്ട്. മറ്റേത് മണ്ഡലത്തിനേക്കാൾ കൂടുതൽ കോട്ടയം ലോക്സഭ മണ്ഡലത്തിലുണ്ട്. അത് കഴിഞ്ഞ ദിവസം ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. പാസ്പോർട്ട് ഓഫീസർ ഏറ്റവും ആദ്യം റീജിയണൽ ഓഫീസർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും, ആദ്യത്തെ തിരുവനന്തപുരം കഴിഞ്ഞ് ആദ്യത്തെ എസ്കലേറ്റർ പോലും ഇങ്ങോട്ട് കൊണ്ടുവരും, എല്ലാം ആദ്യത്തെയാണ്. ആദ്യത്തെ IIIT കൊണ്ടുവരുന്നതും, സൗത്ത് ഇന്ത്യയിലെ IIMC കൊണ്ടുവരുന്നതും, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കൊണ്ടുവരുന്നതും, രണ്ടാമത്തെ കേന്ദ്ര വിദ്യാലയം കൊണ്ടുവരുന്നതും, സയൻസ് സിറ്റി കൊണ്ടുവരുന്നതും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരുന്നതും, അതോടൊപ്പം തന്നെ നമ്മൾ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ടാറ്റാ കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട് ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഉള്ള 5 കോടി രൂപ മിഷണറിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നതും, അതോടൊപ്പം തന്നെ മേൽപ്പാലങ്ങൾ കൊണ്ടുവരുന്നതും, ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്നതും, ഇതെല്ലാം. അതുകൂടാതെ കോച്ചിങ് ടെർമിനൽ പോലും അന്നത്തെ എൻ്റെ സ്വപ്നമായ ഈ മൊബിലിറ്റി ഹബ്, അതിനുവേണ്ടിയാണ് കോച്ചിങ് ടെർമിനൽ കൊണ്ടുവരുന്നതും. ഇതെല്ലാം ചിലത് സാധ്യമായി 100% പൂർത്തിയായി, ചിലത് പൈപ്പ് ലൈനിലാണ്, ചിലത് സാധ്യമായിട്ടില്ല. പക്ഷെ ഇതെല്ലാം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള 1 MP 1 ഐഡിയ പദ്ധതി കൊണ്ടുവന്നതും, ഇങ്ങനെ നിരവധി റോഡിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് 200 കോടി രൂപയുടെ സെൻട്രൽ റോഡ് ഫണ്ട് ആദ്യമായി കേരള സംസ്ഥാനത്തിലേക്ക് അത് നമുക്ക് അവകാശപ്പെട്ടതാണ്, അത് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും വളരെയധികം അഭിമാനമുണ്ട് ഈ കാര്യത്തിൽ. ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത്. അടുത്തത് നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വലിയൊരു പരാജയം വന്നിട്ടുണ്ട്. ഇതിന് സംശയമൊന്നുമില്ല. ആ ജനവിധി ഞങ്ങൾ ബഹുമാനിക്കുന്നു, മാനിക്കുന്നു. അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, വിനയത്തോടുകൂടി ഉൾക്കൊള്ളുന്നു. അപ്പോൾ അതിനകത്ത് പ്രധാനമായും നമുക്ക് കാണേണ്ടത് ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്ന വളരെയധികം ആളുകളുണ്ട്. ആ ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്ന പാർട്ടി അംഗങ്ങളോ അങ്ങനെയുള്ളതല്ല, ഇടതുപക്ഷത്തിനോട് അനുഭാവമുള്ള സ്നേഹിക്കുന്ന എക്കാലത്തും സ്നേഹിക്കുന്ന ആളുകൾ ജനവിഭാഗങ്ങളുണ്ട്. അവര് ഇടതുപക്ഷത്തിൽ നിന്ന് അകന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അകലം കാണിച്ചു എന്നുള്ളത് ശരിയാണ്, അത് യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷത്തിൽ നിന്ന് അകലം കാണിച്ചിട്ടുണ്ട്. പക്ഷേ അവർ തരുന്ന ഒരു സന്ദേശമുണ്ട്.
ആ സന്ദേശം എന്ന് പറയുന്നത് ആ ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വന്നു, പക്ഷെ അവരുടെ പ്രതീക്ഷയ്ക്കൊപ്പം നമുക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. ആ തിരുത്തലുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇടതുപക്ഷത്തിന് ഒരു പ്രതീക്ഷയുണ്ട്, ജനങ്ങളുടെ ഒരു പ്രതീക്ഷ നോക്കിയിട്ട് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അല്പം ഈ അനുഭാവികളായിട്ടുള്ളത് അങ്ങ് നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്താണെന്നുള്ളത് പരിശോധിച്ച് അതിന് തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. ആ തിരുത്തലുകൾ അത് കൂടിയാലോചിച്ച് എടുത്തേണ്ട തിരുത്തലുകളാണ്. എവിടെയാണ് പരിഗണന കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളുണ്ട്. കോട്ടയത്തെ സംബന്ധിച്ചോളം നമുക്കറിയാം, കോട്ടയവും പാർലമെന്റത്തെ സംബന്ധിച്ചോളം ഈ സംസ്ഥാനത്തുടനീളം നടന്ന ഒരു പൊളിറ്റിക്കൽ പാറ്റേണുണ്ട്. ആ പൊളിറ്റിക്കൽ പാറ്റേൺ എന്ന് പറയുന്നത് ഞാൻ അതിനെ പറഞ്ഞു, ആ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആളുകളുടെ ഒരു പ്രതീക്ഷയുണ്ട്. അതുകൂടാതെ ഇന്ന് BJP അധികാരത്തിൽ ഇറക്കണം, ആ BJP അധികാരത്തിൽ ഇറക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്പർ 1 പാർട്ടിയായിട്ട് വന്ന ആളെ മാത്രമേ ഉള്ളൂ അവിടെ ഭരണത്തിലേക്ക് അല്ലെങ്കിൽ പ്രസിഡന്റ് വിളിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. ആ കോൺഗ്രസ് പാർട്ടിക്ക് വേണം വോട്ട് ചെയ്യാൻ. ഈ 2 ആസ്പെക്ട്സ് ആണ് അവിടെ. അപ്പോൾ ഇത് അതുകൊണ്ട് നമുക്ക് ഈ മേഖലയിലും നമുക്ക് ഈ പറയുന്ന കോട്ടയത്തെയും നമ്മുടെ പരാജയമുണ്ടായി. അത് ഈ പൊളിറ്റിക്കൽ പാറ്റേൺ ആ സ്ഥിതിയിലേക്ക് നമ്മൾ വന്നതുകൊണ്ടാണ് കേരള സംസ്ഥാനത്ത്. പക്ഷേ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് എപ്പോഴും പരാജയമല്ലല്ലോ. അങ്ങനെ പരാജയപ്പെട്ട കാലഘട്ടങ്ങളുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ തന്നെയുള്ള പരാജയമാണ് LDFിനുണ്ടായത്. പക്ഷെ തിരുത്തലുകൾ വരുത്തി വീണ്ടും അധികാരത്തിലേക്ക് വന്നു. അതുകൊണ്ട് തിരുത്തലുകൾ വരുത്തണം, തിരുത്തലുകൾ വരുത്തി അത് വീണ്ടും അത് നമ്മൾ ഇപ്പോൾ അടുത്ത് ശ്രദ്ധിക്കാൻ പോകുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ പ്രിപ്പറേഷൻസ് കേരള കോൺഗ്രസ് എംഎൽഎമാരൊക്കെ ഞങ്ങൾ നടത്തി കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ 12-ാം തീയതി ജില്ലയുടെ മുഴുവൻ മണ്ഡലം പ്രസിഡന്റുമാരെ ഇരുത്തിക്കൊണ്ട് ഒരു 5 മണിക്കൂർ ഇരിക്കുന്ന ക്യാമ്പ് നടത്തുകയാണ്. അതിന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ട രീതിയിൽ അത് അതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് ചർച്ചയിലേക്ക് ഞങ്ങൾ പോകുന്നതായിരിക്കും. ഇതാണ് ഒരു ആമുഖമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെ കുറിച്ച് പറയുന്ന സമയത്ത് പലയിടത്തും ഇടതുപക്ഷത്തിനകത്ത് CPM അടക്കം ഒരു കാര്യമുണ്ട്. ഒരൊറ്റ സെക്കൻഡ്. ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത്, ഈ കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് എപ്പോഴും ഒരു അബ്സല്യൂട്ട് പവർ ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ എന്ന് പറഞ്ഞാൽ ജനാധിപത്യം എന്ന് പറഞ്ഞ് അതിൽ കൂടി അധികാരത്തിലേക്ക് വന്ന ഒരു അബ്സല്യൂട്ട് പവറിലേക്ക് വരുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവും ഏകാധിപത്യത്തിലേക്ക് പോകുന്നതാണ് കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക പാർട്ടിയുടെ പ്രസക്തിയാണ്. ആ പ്രാദേശിക പാർട്ടിയുടെ പ്രസക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് കൾച്ചറൽ പ്ലൂരാലിറ്റി, നമ്മുടെ സാംസ്കാരിക വൈവിധ്യം ഇന്ന് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. അത് നിലനിൽക്കുന്നത് പ്രാദേശിക പാർട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. പ്രാദേശിക പാർട്ടികൾ എപ്പോൾ ദുർബലമായോ, കഴിഞ്ഞ പ്രാവശ്യം ദുർബലമായി, അപ്പോൾ എന്ത് പറ്റി? BJP ഏകാധിപത്യത്തിലേക്ക് കടന്നുള്ളത്. ഇപ്പോൾ പ്രാദേശിക പാർട്ടികളുടെ പ്രസക്തി വർദ്ധിച്ചപ്പോൾ ഈ പറഞ്ഞ ഏകാധിപത്യത്തിനുള്ള ഏറ്റവും വലിയ മരുന്ന് ഇന്ത്യ രാജ്യത്ത് എന്ന് പറഞ്ഞ പ്രാദേശിക പാർട്ടിയുടെ പ്രസക്തി തന്നെയാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ തീർച്ചയായും പാർട്ടി നിലനിൽപ്പും ആവശ്യമാണ് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയുള്ളതുകൊണ്ടായിരിക്കും കോൺഗ്രസ് കൂട് കടന്നെന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് കേരളം. തീർച്ചയായിട്ടും പ്രാദേശിക പാർട്ടികൾ എന്ന് പറയുന്നത് കേരളത്തിലെ മാത്രമല്ലല്ലോ. ഇപ്പോൾ DMK എടുത്താലും തൃണമൂൽ കോൺഗ്രസ് എടുത്താലും ഇങ്ങനെയുള്ള പ്രാദേശിക പാർട്ടികൾ, കേരള കോൺഗ്രസ് എടുത്താലും ആരെടുത്താലും പ്രാദേശിക പാർട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് റിയൽ ജനാധിപത്യം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ഇപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ഈ പറയുന്ന നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കണമെന്നാണ്. അതിൽ കൂടെ ജനാധിപത്യവും അതിൽ കൂടെ മതേതരത്വം സംരക്ഷിക്കണമെന്നാണ്. അപ്പോൾ ഈ കൾച്ചറൽ പ്ലൂരാലിറ്റി ഉള്ളത് കൊണ്ടും വ്യത്യസ്തമായ സംസ്കാരമുള്ളത് കൊണ്ടും നമ്മുടെ രാജ്യത്ത് ആ ഫെഡറൽ സംവിധാനം തന്നെ നിലനിൽക്കണം. ഇപ്പോൾ കാണുന്നത് ആ ഫെഡറൽ സംവിധാനം കാർന്ന് എടുക്കുവാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ഞാനിവിടെ മണി സാറിന്റെ അധ്വാനവർഗ സിദ്ധാന്തത്തിൽ ഈ ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 1968 പറഞ്ഞു എന്താണ് ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റി. അതിനകത്ത്
ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനവും ഉണ്ടാകണം. അധികാരം സംസ്ഥാനത്തിനുള്ളത് അത് കവർന്നെടുക്കാൻ പാടില്ല. അത് കവർന്നെടുക്കുന്നതോടും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏകാധിപത്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രാദേശിക പാർട്ടിയുടെ പ്രസക്തി വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ അടുത്ത മുന്നണിയിലെ പല ഘടകകക്ഷികളും പ്രത്യേകിച്ച് CPI ഒക്കെ പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ശൈലി തിരുത്തേണ്ടി വരും എന്നൊരു അഭിപ്രായമാണ്. കേരള കോൺഗ്രസ് അങ്ങനെ അഭിപ്രായം? കേരള കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി ദീർഘമായി, അത് കോട്ടയത്തെ മാത്രമല്ല കേരള സംസ്ഥാനത്തെ എല്ലാ ജില്ലകളുടെയും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി. ഓരോരുത്തരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷേ ആ അഭിപ്രായങ്ങൾ ഏറ്റവും ക്രോഡീകരിച്ചിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ അഭിപ്രായം അത് തീർച്ചയായും ചില തിരുത്തലുകളൊക്കെ വരുത്തേണ്ടതുണ്ട്. അതാണല്ലോ ആ സന്ദേശം തന്നിരിക്കുന്നത്. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്ത് തിരുത്തലുകൾ എവിടെയാണ് മുൻഗണന വികസനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പല കാരണങ്ങൾ കാണാം, ആ കാരണങ്ങൾ കണ്ട് നമ്മൾ തിരുത്തേണ്ടതുണ്ട്. അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മളെടുത്ത അതെന്താണ് അവിടെ ഞങ്ങൾ കേരള കോൺഗ്രസ് എടുത്തത് രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞാൽ നമ്മളൊരു വിജയം ഉണ്ടാവുമ്പോൾ ആ വിജയം എല്ലാവരോടും കേട്ടി ആഘോഷിക്കും. നമ്മളൊരു പരാജയം ഉണ്ടാകുമ്പോൾ അത് കൂട്ടുത്തരവാദിത്തമായിരിക്കണം. അതായത് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. CPM-നുണ്ട്, CPI-ക്കുണ്ട്, കേരള കോൺഗ്രസിനുണ്ട്, എല്ലാവർക്കും ഉണ്ട് ഉത്തരവാദിത്തം. അതുകൊണ്ടല്ലേ ഒരു മുന്നണി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു മുന്നണി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ കൂട്ടുത്തരവാദിത്തം ആണ് നമുക്ക് വേണ്ടത്. അതിൽ കൂടെ നമുക്ക് പരിഹരിക്കേണ്ടത് പരിഹരിച്ചു പോകും. അല്ല, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇത് ഏതെങ്കിലും ഇതിപ്പോ മുന്നണിയിൽ തന്നെയാണെങ്കിൽ ഇടതുപക്ഷ LDF തന്നെയാണെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെ കേന്ദ്രീകരിച്ചല്ലോ. അവരുടെ CPM-ന്റെ യോഗം വിളിച്ചു കൂട്ടിയിട്ടല്ലേ അവര് ചർച്ചകൾ ചെയ്യുന്നത്, LDF കൂടിയിട്ടല്ലേ ചർച്ചകൾ ചെയ്യുന്നത്. അപ്പോൾ അത് കൂട്ടുത്തരവാദിത്തത്തോടുകൂടി പോകണം എന്നത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു നിലപാട്. മുഖ്യമന്ത്രി സ്വീകരിച്ച ചില ശൈലികളാണ് എന്നൊരു ആക്ഷേപം CPM അല്ല, ഞാൻ ചോദിച്ചൊരു മുന്നണി രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇല്ലല്ലോ. ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ അങ്ങനെയില്ല. അതുകൊണ്ടല്ലേ കൂട്ടുത്തരവാദിത്തം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. കേരള കോൺഗ്രസിനുണ്ട്, CPI-ക്കുണ്ട്, CPM-നുണ്ട്. അങ്ങനെ ഒരു ചാപ്റ്റർ ഓപ്പൺ ചെയ്തില്ലല്ലോ, പിന്നെ എങ്ങനെ അത് ക്ലോസ് ആവും? അല്ല, അങ്ങനെ അവരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അത് അവർക്ക് കേരള കോൺഗ്രസ് ശക്തമായതുകൊണ്ടും കേരള കോൺഗ്രസ് എമ്മിന് ജനപിന്തുണ ഉള്ളത് കൊണ്ടും അവരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷെ കേരള കോൺഗ്രസിന് ഒരു നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഞങ്ങൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ രാഷ്ട്രീയ തീരുമാനം എങ്ങനെയാണ് എടുത്തുന്നത് ആ രാഷ്ട്രീയ തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പരാജയങ്ങൾക്കെല്ലാം കൂട്ടുത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞതും അതിന്റെ കാരണം തന്നെയാണ്. ഈ നവകേരള സദസ്സിലെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അത് തോമസ് ചാഴിക്കാടൻ യോഗത്തിൽ അത് ഉന്നയിച്ചു എന്നാണ് പറയുന്നത്. അത് പ്രാദേശികമായ ഒരു ജനങ്ങൾക്കിടയിൽ ഒരു വികാരം ഉണ്ടാക്കിയെന്നത് അങ്ങനെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസംഗത്വം കൊണ്ട് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല, ഒരിക്കലുമില്ല. അതിനകത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഈ പറഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇതും എല്ലാ കാര്യങ്ങളും വിലയിരുത്തി ആ വിലയിരുത്തിനകത്തുള്ള തീരുമാനം ഇങ്ങനെയാണ്. പൊളിറ്റിക്കൽ ഞങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു അറിയിപ്പ് ഇതൊരു കൂട്ടുത്തരവാദിത്തത്തോടുകൂടി പോകേണ്ടതാണ് എന്നുള്ളത്. ഈ ഒരു പ്രസംഗം തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്, ശരിയായിരിക്കും. പക്ഷെ ആ വീട്ടിലെ അവസരത്തിൽ പിണറായി വിജയന്റെ പ്രസംഗം ശരിയാണെന്ന് കേരള കോൺഗ്രസ് പാർട്ടിക്ക് തോന്നുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഈ പറഞ്ഞ ഒരു പ്രസംഗത്തിലല്ലല്ലോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്രയോ പ്രസംഗങ്ങൾ പല രീതിയിൽ നടക്കും. ഓരോ പ്രസംഗങ്ങൾ പല രീതിയിൽ നടക്കും. പല ചർച്ചകളും ഒന്നിലുണ്ടാകും. ആ ചർച്ചകൾ ഒരു കേരള കോൺഗ്രസ് പാർട്ടിയിലോ അല്ലെങ്കിൽ CPM-ൽ നടത്തുന്ന ചർച്ചകൾ അത് പലതരത്തിലുള്ള ചർച്ചകൾ വരും. അത് പ്രതികൂലമായിരിക്കും, അനുകൂലമായിരിക്കും, പല രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകും. അതിനകത്ത് ഇതൊരു ഹെൽത്തി ഡിസിഷനായി പോയി അവസാനം ഒരു റിസൾട്ട് ഉണ്ടാകണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ള ചർച്ചകൾ നമ്മൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കേണ്ടതാണെന്ന് എനിക്ക് കരുതുന്നില്ല. ഞാൻ പറഞ്ഞ പല ചർച്ചകളും ഇതിനകത്തുണ്ടാകാം. ഞാൻ പറഞ്ഞ ഇപ്പം തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം തൃശ്ശൂരിന്റെ തോൽവിയെ പറ്റി കേരള കോൺഗ്രസ് ചർച്ച ചെയ്തു. അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ഏറ്റവും ആദ്യം അതിന്റെ ചർച്ച എഴുതി തയ്യാറാക്കി ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം സംസാരിച്ചു. അപ്പോൾ പല അഭിപ്രായങ്ങൾ പല രീതികൾ വരും. ആ അഭിപ്രായങ്ങൾ കേൾക്കും, ഹെൽത്തി ആയിട്ടുള്ള തീരുമാനത്തിലേക്ക് പോകും. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഈ തെരഞ്ഞെടുപ്പോടുകൂടി BJP-യോട് അടുക്കുന്നൊരു അതിനെപ്പറ്റി
ഒരു സമൂഹം മാത്രമല്ലല്ലോ. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ ഇപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യം പറയാം. നമ്മൾ ഒരു പക്ഷേ അങ്ങനെ ഒരു അഭിപ്രായം അവിടെയൊക്കെ ആരോഗ്യം പറയുന്നത് കേട്ടു. അവിടെ ഏത് മേഖലയിൽ നിന്നാണ് പോയത്? കോൺഗ്രസ് പാർട്ടിയിൽ നിന്നല്ല ഏറ്റവും കൂടുതൽ വോട്ടുകൾ പോയത്. ഇപ്പോൾ 2024 LDFന് 67,55,499 വോട്ടാണ് എന്ന് പറഞ്ഞ് 34%, 34.63. UDFന് 90,14,000 അപ്രോക്സിമേറ്റ്ലി 46%. NDAക്ക് 37 ലക്ഷം 19%. പക്ഷേ 2019 എത്രയായിരുന്നു? LDFന് 35% ഉണ്ടായിരുന്നു, ഇപ്പം 34.63 അത് UDFന് 47 ഉണ്ടായിരുന്നു, 46 കുറഞ്ഞു. അവിടെ കുറയാ, പോളിംഗ് ശതമാനം കുറഞ്ഞു ഓർക്കണം. അതുമാത്രമല്ല NDAക്ക് 15% നിന്ന് 19% വർദ്ധിച്ചു. അപ്പോൾ എവിടുന്ന് പോയെന്ന് നിങ്ങൾ അന്വേഷിക്കും. LDFന് കുറഞ്ഞു, അല്ല UDFന് കുറഞ്ഞു. മാത്രമല്ല ശതമാനം കുറഞ്ഞപ്പോഴും അതിനകത്ത് ഏറ്റവും കൂടുതൽ കുറഞ്ഞിരിക്കുന്നത് അത് UDFനാണ്. കോട്ടയത്തെ UDFില് കേരള കോൺഗ്രസ് UDF മാറുന്നതിന് മുമ്പ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ LDFന് 3 ലക്ഷം വോട്ടുണ്ടായിരുന്നു. ഇതോടെ കേരള കോൺഗ്രസ് LDFിലേക്ക് പോകും. ആ വോട്ടുകൾ കൂടിയതിന് ശേഷവും 2-ാം നില നിൽക്കുക. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ BDJS സ്ഥാനാർത്ഥി വന്നു. അപ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം SNDPയുടെ ഒരു സഭ അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ എന്ന നിലയ്ക്ക് 70 വോട്ടുകൾ പോയി കാണും. മാത്രമല്ല BJP വോട്ടുകൾ അല്ലെങ്കിൽ ലഭിക്കേണ്ട വോട്ടുകൾ, ഞാൻ ഒരു വർഗീയത പറയല്ല, പക്ഷേ അങ്ങനെയുള്ള വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നുള്ളത് പരിശോധിക്കുക. അങ്ങോട്ടുള്ള വോട്ടുകൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും UDFിലേക്ക് തന്നെ പോയിരിക്കുന്നു. BJP വോട്ടുകൾ UDFിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഇവിടെ BDJSന്റെ ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നു, ജയസാധ്യത കുറവാണ്. അത് മാത്രമല്ല ഇവിടെ അത് തീർച്ചയായിട്ടും BJP പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ BJPക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിക്കാതെ പോയി, BDJS സ്ഥാനാർത്ഥിക്ക് ലഭിക്കാതെ പോയി എന്നുണ്ടെങ്കിൽ അത് എങ്ങോട്ട് പോയി എന്നുള്ളത് പരിശോധിക്കണം. അത് UDFിലേക്ക് പോയി എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരു ഏതെങ്കിലും ഒരു സമുദായം എന്നുള്ളതല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ ഈ BJPയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളിൽ നിന്നും UDFിൽ നിന്നും കാണും. ഞാൻ കോട്ടയത്തെ അല്ല, കേരള സംസ്ഥാനത്തിൻ്റെയാണ് പൊതുവെ പറയുന്നത്. അത് ഈ പറഞ്ഞ നമ്മുടെ കോൺഗ്രസിൻ്റെ കാണും. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ചുള്ളത് അണികളുടെ വോട്ടുകളല്ല, ഈ പറഞ്ഞ അനുഭാവമുണ്ടായിരുന്ന വോട്ടുകളുണ്ട്. ആ വോട്ടുകളിൽ തീർച്ചയായിട്ടും അത് കേരള സംസ്ഥാനത്തും ഇവിടെയായിട്ടും അത് മാറ്റം വന്നിട്ടുണ്ട്. അതൊരു സന്ദേശം നൽകുന്നുണ്ട്. ആ സന്ദേശം തീർച്ചയായിട്ടും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തൽ വരുത്തണം. കേരളത്തിൽ ഇപ്പോഴും നമ്മൾ താങ്ങുവിലയായിട്ട് കൊടുക്കുന്നത് 380. ഇത് സർക്കാരിന് 10 പൈസ പോലും കർഷകർ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം 206 രൂപ റബ്ബറിന് വിലയുണ്ട്, 180 സർക്കാരിന്റെ ഇപ്പോഴും സബ്സിഡി ആയിട്ട്. അതിനെപ്പറ്റി കേരള കോൺഗ്രസിന്റെ ഒരു അല്ല, ഇതിനകത്ത് ഇവിടെ തന്നെ ഞാൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുകയാണ്. കേന്ദ്രം ചെയ്യുന്നത് ഇന്ന് കേരള സംസ്ഥാനത്തിലെ എന്തു പറഞ്ഞാലും റബ്ബറിൻ്റെ വിലയെ ആശ്രയിച്ചാണ് സമ്പദ്ഘടന നിൽക്കുന്നത്. സാമ്പത്തികമായി കേരള സംസ്ഥാനത്തിൻ്റെ ഭരണകൂടത്തിന് സാമ്പത്തികമായി പ്രതിസന്ധി ഉണ്ടെങ്കിലും ഉള്ള ഘട്ടത്തിൽ പോലും റബ്ബറിന് വിലയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈഫ് ഈ കേരള സമൂഹത്തിൽ വിപണിയിലുണ്ട്. അത് റബ്ബർ കർഷകർക്ക് മാത്രമല്ല. റബ്ബർ വിൽക്കുന്നു, ഉടനെ തന്നെ ചിലപ്പോൾ അവർ ഈ പറയുന്ന കാറ് മേടിക്കുന്നു, അല്ലെങ്കിൽ സ്കൂട്ടർ മേടിക്കുന്നു, പെട്രോൾ ചിലവ് കൂടുന്നു, ടയറിൻ്റെ ഇത് വരുന്നു, സാധനങ്ങൾ വാങ്ങുന്നു. കടകളിൽ പോയാൽ പോലും എന്തെല്ലാം മാറ്റങ്ങൾ ഇവിടുന്ന് എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് കാണുവാൻ കഴിയും, അല്ലേ? റബ്ബറിന് 200-240 രൂപ ആയപ്പോൾ ഇത് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അത്രയും വാഹനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഉടനെ തന്നെ വിപണിയിൽ ചലനം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ചലനം ഇപ്പോഴും വേണ്ടതാണ്. കാരണം ഇന്ന് ആഗോള വിപണിയിലുള്ള വില എന്ന് പറഞ്ഞത് ഹൈ ആയിട്ട് നിന്നുണ്ട്. പക്ഷേ നാട്ടിലുള്ള വില കുറവാണ്. അത് കേന്ദ്രത്തിൻ്റെ നയത്തെ തന്നെ ആശ്രയിച്ചിരിക്കുകയാണ്. പക്ഷേ മൈൻഡ് യു, ഇപ്പോഴും ഇത് പറയുമ്പോഴും ഇന്ന് ഞാൻ വേണ്ടാന്ന് പറയില്ല, തീർച്ചയായിട്ടും അത് നടത്തിക്കോട്ടെ. ഇവിടുത്തെ പ്ലാന്റേഷൻ ഹൈജാക്ക് ചെയ്ത് ഇന്ന് നോർത്ത് ഈസ്റ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവർക്ക് വേണ്ട സബ്സിഡി കൊടുക്കുന്നു.
ഏറ്റവും കൂടുതൽ സബ്സിഡി അവർക്ക് കൊടുക്കുന്നു. ഇവിടുന്ന് തൈകൾ 2 ലക്ഷം തൈ 2 കോടി തൈകൾ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകട്ടെ, കുഴപ്പമില്ല. ഇവിടെയുള്ള ആളുകൾ ഇപ്പം നഴ്സറി നടത്തുന്ന, നിങ്ങളുടെ ഇൻഫർമേഷൻ പറയാം, ഇവിടെയുള്ള പ്രധാനപ്പെട്ട മലയാളികളായ റബ്ബർ നഴ്സറി നടത്തുന്നവർ ഇപ്പം ആസാമിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വലിയൊരു പ്രൊമോഷൻ കൊടുക്കുകയാണ്. പ്രൊമോഷൻ കൊടുത്തോട്ടെ, പക്ഷേ ഇവിടെയുള്ള ഇത് വളർത്തിയെടുത്ത ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുണ്ടാക്കിയെടുക്കുകയും മാത്രമല്ല ഇപ്പോൾ ഏറ്റവും വലിയ ഡിമാൻഡും ഉണ്ട്. ആ ഡിമാൻഡുള്ളപ്പോൾ ഇതിനകത്ത് ഗ്യാപ്പ് വളരെയധികം ഇരിക്കുകയാണ്. 5 ലക്ഷം 6 ലക്ഷം ടണ്ണാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ആ ഇമ്പോർട്ട് ഡ്യൂട്ടിയായി ബന്ധപ്പെട്ടൊരു ശകലം ചേഞ്ച് വരുത്തിയാൽ ഇവിടെയുള്ള കർഷകർ രക്ഷപ്പെടും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെ നയത്തെ തന്നെ ആശ്രയിച്ചാണ്. വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി കഴിഞ്ഞ 5 വർഷമായതിനോളം ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട്. ആ ഇമ്പോർട്ട് ഡ്യൂട്ടി ഏതാണ്ട് 5000 കോടി രൂപ അവർക്ക് ലഭിച്ചിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ ലഭിച്ചിട്ടുണ്ട്. അതിനകത്ത് 75% ഇവിടെ കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് റബ്ബർ, നമ്മുടെ റബ്ബർ. ആ 75% ഈ പറയുന്ന വിലാസരിത ഫണ്ടിലേക്ക് അവർക്ക് കൊടുക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പിലെ തോൽവി പറയുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള തോൽവിയൊക്കെ കഴിഞ്ഞില്ലേ? സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അതിലൊരു വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു, അത് പ്രതിഫലിച്ചിട്ടുണ്ടോ? അല്ല, ഞാനതാ സൂചിപ്പിച്ചത്. ഈ ജനങ്ങൾ വലിയ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയവും ആശയവുമുണ്ട്. ആ ആശയത്തിനൊപ്പം അല്ലെങ്കിൽ ആ പ്രതീക്ഷയ്ക്കൊപ്പം, ജനങ്ങൾ ഉദ്ദേശിച്ച പ്രതീക്ഷയ്ക്കൊപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ള വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തത് കൊണ്ട് ആഭിമുഖ്യമുള്ള എക്കാലത്തും പരമ്പരാഗതമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകൾ മാറിപ്പോയിട്ടുണ്ട്. ആ മാറിപ്പോയത് എക്കാലത്തേക്ക് മാറിപ്പോയി എന്നുള്ളതല്ല. അതങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2019 ഇതുപോലെ തന്നെയാണല്ലോ. 2019 123 നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡുണ്ടായിരുന്നു അല്ലേ? അവിടെ 16 LDF ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 99 സീറ്റിലേക്ക് വീണ്ടും വന്നു. ഇപ്പോൾ 19 സീറ്റാണ്, 110 സീറ്റ് UDF. നമുക്ക് തിരിച്ചു വരാം. തിരുത്തലുണ്ടാകും. മുന്നണിയിലെ പല പാർട്ടികളും തുറന്ന് സർക്കാരിന് വീഴ്ചയുണ്ടായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ പറയുന്നു. CPI തന്നെ തുറന്നത് പറയുന്നു. കേരള കോൺഗ്രസ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിമർശനത്തിന് തയ്യാറാകാറ്? അല്ല, നമ്മൾ തുറന്നടിച്ച് ഈ പറയുന്ന ഒരു കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ തുറന്നടിച്ച് ആ പബ്ലിക്കിനോട് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലോ. അതാണ് പബ്ലിക്കിനോട് പറഞ്ഞുകൊണ്ട് എന്താ ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് LDF-നകത്ത് അതിനകത്ത് യോഗങ്ങൾ കൂടി ദീർഘമായി ചർച്ച ചെയ്ത് തിരുത്തലുകൾ വരുത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് കൂട്ടുത്തരവാദിത്വമില്ല, കേരള കോൺഗ്രസിനുണ്ട്. ഇപ്പോൾ പാലാ എടുക്കുകയാണെങ്കിൽ പാലായിൽ 35,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDF-നുണ്ടായിരുന്നു. ഞാൻ മത്സരിച്ചപ്പോൾ 33,000 വോട്ടിനും 30,000 വോട്ടിനും ഉണ്ടായിരുന്നു ഭൂരിപക്ഷം. അതുപോലെ തന്നെ കടുത്തുരുത്തിൽ 25,000 26,000 വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, UDF-നുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 12,000-ഉം 11,000-ആയിട്ട് കുറഞ്ഞു. അത് UDF-ന് ഡ്രാസ്റ്റിക്കായിട്ട് കുറഞ്ഞു. പക്ഷെ അത് പോരാ, അതിൽ കൂടുതൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാമായിരുന്നു. മറ്റ് പ്രദേശങ്ങളെടുത്ത് പരിശോധിക്കുമ്പോഴും അത് നമ്മുടെ ഇനിയും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. 36,000 ഉണ്ടായിരുന്നത് വാസ്തവത്തിൽ ഈ ഒഴുക്കിൽ ചിലപ്പോൾ 50,000-ലേക്ക് കയറാമായിരുന്നു. പക്ഷെ നമുക്ക് കുറച്ച് കൊണ്ടുവരാനും അത് പോരാ. അപ്പോൾ തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം, കൂട്ടുത്തരവാദിത്വം പല ചർച്ചകളും പല മാധ്യമങ്ങളിലും ഇങ്ങനെ CPM പറഞ്ഞു, CPI പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഔദ്യോഗികമായി ഒന്നും വന്നിട്ടില്ലല്ലോ. പറയട്ടെ, എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ എന്താണെന്ന് പറയാം. അല്ല, അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ഞാൻ അത് പറയുന്നത്. ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ കാപ്പനെതിരായിട്ട് ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിന്നുകൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് ഇതുവരെ നമ്മളതിനെപ്പറ്റി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, അതിനെപ്പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു ഷെയർ ഏതോ കണ്ണൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്തു. അത് നടക്കാൻ പറ്റിയില്ല. ചെക്ക് കൊടുത്തു. ശരിയാണോ നിങ്ങൾ പരിശോധിക്കുക. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ ആയി. അതിന് സെക്യൂരിറ്റി ആയിട്ട് ഇവിടെ എങ്ങാണ്ടുള്ള ഒരു സ്ഥലം കൊടുത്തു. ആ സ്ഥലം വേറൊരു ബാങ്കിൽ വെച്ചിരിക്കുന്നതായിരുന്നു. ഇതെന്താ? അല്ല, അപ്പം അത്
നിങ്ങൾ പരിശോധിക്കുക ശരിയാണോ ഇല്ലയോ എന്നുള്ളത്. ഒരു ജനപ്രതിനിധിയാണ്, അപ്പോൾ അതെന്താണെന്നുള്ളത് പരിശോധിക്കട്ടെ എന്നുള്ളതാണ്. ഈ താങ്കൾ പാർട്ടി ചെയർമാൻ ആയതുകൊണ്ട് തന്നെ MLA-ക്കെതിരെയാണ് വിചാരണ നേരിടണം എന്നുള്ള വിധിയാണ് വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും താങ്കൾ മത്സരിച്ചോ ഇല്ലയോ എന്നുള്ളതിന് അപ്പുറത്തേക്ക് പാർട്ടി ചെയർമാൻ അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഉണ്ടായിരിക്കുന്ന കാര്യം ഇത് ഒരു പോരാട്ടം തന്നെ. ഈ പറഞ്ഞ വാദി ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്നു, ചെക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ പൈസ കൊടുക്കാനുള്ളതാണല്ലോ, അത് റിട്ടേൺ ആയി. അപ്പോൾ അവിടെ ഒരു പ്രോപ്പർട്ടി കൊടുത്തിരിക്കുന്നു, ആ പ്രോപ്പർട്ടി വേറെ ഒരു സ്ഥലത്ത് ബാങ്കിൽ വെച്ച് ഈടെടുത്തതാണോ? ആണെങ്കിൽ അത് വീണ്ടും അത് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ലേ എന്ന് എനിക്കറിഞ്ഞൂടാ. മുംബൈയിൽ കേരള ഹൈക്കോടതിയിൽ ഇതിന്റെ നിയമപോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പലവട്ടം ഇതിന്റെ ഈ പറഞ്ഞ സുപ്രീം കോടതി ഇവിടെയായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിപ്പുണ്ട്. കോടതിയല്ലേ, അപ്പൊ പിന്നെ പതുക്കെ ഇതിനെ അങ്ങോട്ട് പോകും. ഈ പരാജയത്തിൽ കൂട്ടുത്തരവാദിത്തമാണോ CPI പറയുന്ന ആ നിലപാട്? എന്റെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് കൂട്ടുത്തരവാദിത്തമാണ്. അത് കൂട്ടുത്തരവാദിത്തത്തിനകത്ത് വരുമ്പോൾ പല വിഷയങ്ങളുണ്ടാകാം എന്ന് പറയുന്നത് ചിലപ്പോൾ പാർട്ടിയുടെ ആയിരിക്കും, ഇൻഡിവിജ്വൽ പാർട്ടിയുടെ ആയിരിക്കാം, ചില നയങ്ങൾ സംസ്ഥാന സർക്കാർ എടുത്തതായിരിക്കാം, ചില തീരുമാനങ്ങൾ എടുത്തതായിരിക്കും, പെൻഷൻ കൊടുക്കാത്തതായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, റബ്ബറിന്റെ വിലയില്ലായ്മ ആയിരിക്കാം, സമുദായ വിഷയങ്ങളായിരിക്കാം. ഇതെല്ലാം പബ്ലിക് പറയാറ്. നമ്മളും അതിനകത്ത് ചർച്ച ചെയ്ത് അത് തിരുത്തേണ്ടതാണെങ്കിൽ അല്ല, അങ്ങനെ രാജ്യസഭയിൽ നിന്നപ്പോഴായിരുന്നല്ലോ ഞാൻ ഇടയ്ക്ക് പോയി അവിടെ പോയി മത്സരിച്ചത്. ഈ ആകാശപാതയ്ക്ക് കേരള മന്ത്രിയായിട്ടാണ് ആകാശപാത മാത്രമല്ല, ഈ കോട്ടയം നിയോജകമണ്ഡലത്തിലെ വട്ടംമൂട് പാലം ഉൾപ്പെടെയുള്ളത് KM മാണി മന്ത്രിയായിരുന്നു, ഇപ്പൊ ധനകാര്യമന്ത്രിയായിരുന്നു സാങ്ഷൻ ചെയ്തതാണ്. അത് നിരവധിയുണ്ട്. ഇവിടുത്തെ മേൽപ്പാലം ഉൾപ്പെടെയുള്ളത് കേന്ദ്രത്തിന് അനുവദിക്കുകയും, മേൽപ്പാലം എന്ന് പറയുമ്പോൾ അതിന്റെ മോൾഭാഗത്തുള്ളത് ഞാൻ ലോക്സഭയിലായിരുന്നപ്പോഴാണ് ഈ പറഞ്ഞ ഇത് നമ്മുടെ മൂലയിടവും, അതോടൊപ്പം തന്നെ കുമാരനെല്ലൂരും, അതോടൊപ്പം തന്നെ കാരിത്താസും, അതുപോലെ തന്നെ കുറുപ്പന്തരയും, അതോടൊപ്പം തന്നെ മുളന്തുരുത്തിയുള്ള പാലം, ഈ 5 പാലവും ഇവിടുത്തെ 7 നമ്മുടെ സ്റ്റേഷൻസും ആദർ സ്റ്റേഷൻസും പ്രഖ്യാപിച്ചത് ആ ബഡ്ജറ്റിലാണ്. അപ്പൊ അതിനകത്ത് അതിന്റെ ഈ പറഞ്ഞ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇതിന് ആനുവിറ്റിയായിട്ട് ബന്ധപ്പെട്ടും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് സാങ്ഷൻ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ സാങ്ഷൻ ചെയ്തത് കോട്ടയം മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് മാണിസാർ ധനകാര്യമന്ത്രി ഒരു ബില്ല് ഒരു ഇത് വരുമ്പോൾ മാണിസാറാണ് സാങ്ഷൻ ചെയ്യുന്നത്. പക്ഷേ ഈ വന്നിരിക്കുന്ന റോഡ് സേഫ്റ്റിയിലാണ് ആദ്യമേ ഇത് വന്നിരുന്നെങ്കിലും അന്ന് അത് നമുക്ക് ഫിനാൻഷ്യൽ സാങ്ഷൻ ചെയ്യാൻ പറ്റാതെ പോയി. അപ്പൊ റോഡ് സേഫ്റ്റിയിൽ വന്നു. അന്ന് ഉമ്മൻചാണ്ടി സാറ് അന്ന് മുഖ്യമന്ത്രിയായിരുന്നു, അന്ന് സാങ്ഷൻ ചെയ്തു. പൊളിച്ചു മാറ്റേണ്ടത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ പറയാം, അതിനകത്ത് ഒരു ഫീസിബിലിറ്റി, നമ്മൾ പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ അതിനൊരു ഫീസിബിലിറ്റി ഉണ്ടാവണം. ആ ഫീസിബിലിറ്റി ഇല്ലെങ്കിൽ അത് പണിയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് IIT തന്നെ പറഞ്ഞിരിക്കുന്നു അതിനകത്ത് ഫീസിബിലിറ്റി ഇല്ല എന്നുള്ളത്. ആ ഫീസിബിലിറ്റി ഇല്ലാത്തതിൻ്റെ കാര്യം സ്ഥലലഭ്യത ഇല്ലാത്തത് കൊണ്ടാകാം. പക്ഷെ ഫീസിബിലിറ്റി ഇല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. അത് ചിലവർ കൂടോത്രത്തിൽ വിശ്വസിക്കുകയായിരിക്കും. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഞാൻ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നതാണ്, ഉറച്ച പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന ആളാണ്. അല്ലാത്തവർക്കൊക്കെ കൂടോത്രത്തിൽ എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കുക. അല്ല, എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഇതിൽ വല്ലൊരു കൂടോത്രം ചെയ്തിട്ടുണ്ട്. അറിയാമെങ്കിൽ എന്നോടൊന്ന് പറയണം. അതൊന്ന് നമ്മുടെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ നമുക്കത് അറിയാൻ കഴിയും. മാത്രമല്ല, ഞാനത് നേരത്തെ സൂചിപ്പിച്ചുള്ളൂ, ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ബലത്തിൽ ആണോ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തേണ്ടത് വിജയം? ആർക്കെങ്കിലും പറയാമോ? ഈ ഞങ്ങൾ ജയിച്ചത് UDF ആയതുകൊണ്ട്, ഈ മുന്നണി ആയതുകൊണ്ടാണ്, ഞങ്ങൾ ജയിച്ചത് ജോസഫ് ഗ്രൂപ്പ് എന്നുള്ള പാർട്ടിയുടെ ബലം കൊണ്ടാണ് പറയാൻ പറ്റും? ധൈര്യമായിട്ട് പറയട്ടെ, പറയാനാ. അവിടെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ജനങ്ങളുണ്ട്. ആ ജനങ്ങൾ ഒരു പാർട്ടിയിലും പെട്ടവരല്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യും. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയ സാഹചര്യം വെച്ച് അങ്ങനെ വോട്ട് ചെയ്തു. അപ്പോൾ അത് ഇപ്പോൾ UDFന്റെ പ്രവർത്തനം നമുക്കറിയാം. പ്രവർത്തനം അപ്പോൾ വീടുകൾ കയറാത്ത എത്രയോ വീടുകൾ അഭ്യർത്ഥന പോലും പോകാത്തത് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. UDFന്റെ പരിശോധിച്ച് മാധ്യമ പ്രവർത്തകർ തന്നെ പറഞ്ഞു, അവരുടെ ഞാനല്ല കേട്ടോ, മാധ്യമ പ്രവർത്തകർ തന്നെ ഇവിടെ ഇരിക്കുന്ന പലരും പറഞ്ഞു അവരുടെ കൗണ്ടറിൽ ആളില്ലായിരുന്നിരിക്കുക.
വീടുകൾ സന്ദർശിച്ചില്ല. ഇതെല്ലാം ജോസഫ് ഗ്രൂപ്പിൻ്റെ വോട്ടാണോ? അല്ല. ഈ പറയുന്ന കോൺഗ്രസിൻ്റെ വോട്ടാണോ? അല്ല, ജനങ്ങളുടെ വോട്ടാണ്. ഈ വന്യജീവി പ്രശ്നത്തിൽ സംസ്ഥാനത്ത് ഏത് നിയമം ഭേദഗതി ചെയ്യണമെന്ന്? അല്ല, ഞാൻ സംസ്ഥാനത്തിൻ്റെ നിയമം ഭേദഗതി ചെയ്യാമോ എന്നുള്ളത് പരിശോധിക്കണമെന്നുണ്ട്. എനിക്ക് അതിൻ്റെ ലീഗൽ വശങ്ങൾ ഞാൻ വാസ്തവത്തിലൊരു ഞങ്ങളുടെ ലോയേഴ്സ് കോൺഗ്രസിന് ഇത് ഞാൻ ചോദിച്ചിരിക്കുകയാണ്. നിങ്ങൾ പറ, ഇതിനകത്ത് ലീഗൽ അത് സംസ്ഥാനത്ത് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നുള്ളത്. അതെ, പോലീസ് ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ ആ സംരക്ഷണം ആദ്യമേ വരുന്ന ജനങ്ങൾക്ക് വരും. ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസിനെ വിളിക്കുന്നത്, ഫോറസ്റ്റ് ഓഫീസിനെ വിളിക്കുമ്പോൾ അപകടം ഈ പറയുന്ന മൃഗത്തിന് വരാതെ നോക്കാനുള്ള ഉത്തരവാദിത്തം. അതിൻ്റെ ഇടയ്ക്ക് ജനങ്ങൾ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടി മൃഗത്തിനെ പടക്കം വെച്ച് ഓടിക്കുന്നു, വെടിവെച്ച് ഓടിക്കുന്നു, ഊട് വെച്ച് ഓടിക്കുന്നു. അതല്ലല്ലോ. നമുക്ക് ഒരു അപകടം ഈ പറയുന്ന ഇറാഷണൽ ആയിട്ടുള്ള ആനിമൽസാണ്. ഒരു ആന എങ്ങനെ പെരുമാറുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു പുലിയും കടുവയും വീണ്ടും പറയാൻ പറ്റും, പക്ഷെ ആന എങ്ങനെ പെരുമാറുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആനയുടെ ശല്യമാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെ ഒരു വന്യമൃഗം അകത്തേക്ക് നമ്മുടെ ജനവാസ കേന്ദ്രത്തിലേക്ക് വന്നാൽ ഈ ഒരു പറഞ്ഞ ഫോറസ്റ്റ് ഗാർഡിനെ വല്ലതും വിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഡാമേജ് വരുത്തിയതിന് ശേഷം ഇത് റിപ്പയർ ചെയ്യുമോ അല്ലെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? തീർന്നില്ലേ? ആ കുടുംബത്തിന്റെ ഏറ്റവും ഗൃഹനാഥൻ അല്ലെങ്കിൽ ആ മരിച്ചുപോയി മരണമട്ട് കഴിഞ്ഞാൽ എന്താണ് പ്രയോജനം? നഷ്ടപരിഹാരം കൊടുത്ത് ജീവൻ തിരിച്ചു കിട്ടുമില്ല. നഷ്ടപരിഹാരത്തിന് വേണ്ടി നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ അത് വേണമെന്നില്ല. പക്ഷെ ഇതിന് ശാശ്വതമായ പരിഹാരം 72 അത് വന്യമൃഗം. ഞാൻ ഈ കഴിഞ്ഞ നമ്മുടെ മോഷൻ ഓഫ് താങ്ക്സ് ഓൺ പ്രസിഡൻസ് സ്പീച്ച് ഉണ്ടായിരുന്നു, ഇപ്പം അതിനകത്തും ഞാൻ ഈ കാര്യം പറഞ്ഞു. ഇതിനകത്ത് ഈ പറഞ്ഞ വൈൽഡ് ആനിമൽസ് ഈസ് ഫ്രീ ടു കിൽ. ഞാൻ ഇങ്ങനെ തന്നെ, വൈൽഡ് ആനിമൽസ് ആർ ഫ്രീ ടു കിൽ ഹ്യൂമൻ ബീയിങ്സ് ഇൻ ഹാബിറ്റാറ്റ് ഏരിയ. But if you kill for protection, self-protection, a wild animal in a habitat area, we will go behind bar. നമ്മൾ വന്യമൃഗത്തിനെ ഒരു സ്വയം രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ജനവാസ കേന്ദ്രത്തിൽ കൊന്നാൽ ഞങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ ജയിലാവും. എന്ത് നിയമമായത്? അതിൽ മാറ്റം വരണം. ആദ്യമേ ഈ ഒരു തരത്തിലുള്ള മാറ്റം വരുത്താമോ എന്ന് നോക്കണം. പിന്നെ ഈ പറഞ്ഞ ചില സാങ്കേതിക വിദ്യകളുണ്ട്. അപ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, അവിടെ ഈ തേനീച്ചയുടെ ആ സ്വരം, ഡെസിബിൾസ്, ആ സ്വരം കേട്ട് കഴിയുമ്പോൾ ആന ഓടിപ്പോകും. ആ സ്വരം എന്ന് പറഞ്ഞാൽ തേനീച്ചയെ കൊണ്ട് വളർത്തുകയല്ല, പക്ഷേ അതിനൊരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി വലവൂരുള്ള പിള്ളേർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ പുറത്തുനിന്ന് ഞാനോട് ഇടപെട്ടുകൊണ്ട് ഒരു 10 ലക്ഷം രൂപയുടെ അവരുടെ സ്പോൺസർഷിപ്പ് കിട്ടി. ഇടുക്കി ജില്ലാ പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ അവർക്ക് ലെറ്റർ അയച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള സഹകരണമെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞ് അതുമായി മുന്നോട്ട് പോയി. അപ്പോൾ ഈ വരുന്ന ഈ എലിഫന്റ് കോറിഡോഴ്സിൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് വരുമ്പോൾ അതിനെതിരെ വരാതിരിക്കുന്നു. നിയമ ഭേദഗതി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു നിയമനിർമ്മാണം അല്ല, നിയമനിർമ്മാണം താങ്കൾ പറഞ്ഞ കറക്റ്റാണ്. അത് നിയമനിർമ്മാണത്തിലേക്ക് പോകുന്നതാണ്. പക്ഷെ അതൊരു ലോ ഡിപ്പാർട്ട്മെന്റുമായി വളരെ ഗൗരവത്തെ ആലോചിക്കണം. ഇപ്പം മഴ പെയ്യുന്നതുകൊണ്ടില്ല, ഭാഗ്യത്തിന്. അതല്ലെങ്കിൽ ഈ വന്യമൃഗം മുഴുവൻ പുറത്തേക്ക് ഇറങ്ങും. എവിടെയാണെന്ന് വെച്ചാൽ അത് ഇനിയിപ്പോൾ ഈ കോട്ടയം മുനിസിപ്പാലിറ്റിയിലും പാലാ മുനിസിപ്പാലിറ്റിയുടെ കാട്ടുപന്നി പോയെന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തോ ഇടതുപക്ഷത്തിന്റെ അപായമണിയാണ് മുഴങ്ങുന്നതെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഓർമ്മിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ ഈ ബംഗാളിൽ CPM 15 വർഷം കൊണ്ട് ഏറ്റിൽ പാർട്ടി പോലെയായി ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം കൂടുതലാണ്. ഒരു വിമർശനാത്മകമായ ഒരു ലേഖനമാണ് എഴുതിയിട്ടുള്ളത്. അതുതന്നെയാണ് താങ്കൾ നേരത്തെ പറഞ്ഞു വെച്ചത്. അല്ല, ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണും, വ്യക്തിപരമായ അഭിപ്രായങ്ങൾ. ഞാൻ അതിലേക്ക് കിടക്കുന്നത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. റെയിൽവേയുമായി ബന്ധപ്പെട്ട് റെയിൽവേ ഇപ്പോൾ ഒരു മൂന്നാമതൊരു റെയിൽവേ ട്രാക്കിനുള്ള സർവേ എങ്ങനെയാണ്? എൻ്റെ അഭിപ്രായത്തിൽ ഈ ട്രാക്കുകൾ ഇനി വരുന്ന എലവേറ്റഡ് ട്രാക്കായിട്ട് തന്നെ കേരള സംസ്ഥാനത്ത് പോകണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 3ാമത്തെയോ 4ാമത്തെയോ ട്രാക്കാകാം, പക്ഷേ എലവേറ്റഡ്. കാരണം കേരള സംസ്ഥാനത്ത് ഭൂമി കുറവാണ്. ഇനി ഭൂമി അക്വയർ ചെയ്യാനായിട്ട് ഈ ഉടനീളം ഭൂമി അക്വയർ ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇനി 3ാമത്തെ ട്രാക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള 2ാമത്തെ ട്രാക്കിൻ്റെ അടുത്ത് തന്നെയായിരിക്കും. അതിന് ഫീസിബിളുള്ള സ്ഥലത്ത് പൊക്കോട്ടെ, അല്ലാത്ത സ്ഥലത്ത് എലവേറ്റഡ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്തിൻ്റെ വില എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലയുള്ള സ്ഥലമാണ് കേരളത്തിലെ ഉള്ള നമ്മുടെ ഫെയർ വാല്യൂ എടുത്ത് നോക്കിയാലും ഏത് വാല്യൂ എടുത്ത് നോക്കിയാലും മാർക്കറ്റ് വാല്യൂ നമുക്ക് ഇപ്പോൾ ഫെയർ വാല്യൂവിന് 3 തവണ ഒക്കെ കൊടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഇച്ചിരി കോസ്റ്റ് കൂടുതലാണെങ്കിലും ശല്യമില്ലാതെ എലവേറ്റഡ് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.
സിൽവർ ലൈനിന്റെ സാധ്യത കൂടി യാത്ര അല്ല, ഇതിപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ, നമുക്ക് കൂടുതൽ ട്രെയിനുകൾ ഉൾപ്പെടുക, കൂടുതൽ ട്രെയിനുകൾ വേഗത്തിൽ പോവുക. ഇപ്പോൾ വന്ദേ ഭാരത് വന്നു, പ്രയോജനകരമാണ്. പക്ഷേ ഇത് പറയുമ്പോഴും ഞാനൊരു കാര്യം മുന്നോട്ട് വെച്ചിരുന്നു, നമ്മുടെ സബർബൻ ട്രെയിൻസ് പോലെ മദ്രാസിലൊക്കെ സബർബൻ ട്രെയിൻ ഓട്ടോമാറ്റിക് സ്വിച്ചിങ് സിസ്റ്റം കേരള സംസ്ഥാനത്തുടനീളം കൊണ്ടുവന്നാൽ നമുക്ക് ലോഡ് എടുക്കുന്നത് ഇപ്പം 100 ട്രെയിനാണ് ഒരു ട്രാക്കിൽ കൂടെ പോകുന്നത് എന്നുള്ളത് 170 അല്ലെങ്കിൽ 200 ട്രെയിനുകളാക്കാം. ഈ ടൈം കൺസ്യൂമിങ് എപ്പോഴും ഷിഫ്റ്റിംഗ് ഓഫ് ചെയ്ത് ഈ പാളം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള അത് ഓട്ടോമാറ്റിക് ആക്കി കഴിഞ്ഞാൽ സബർബൻ ട്രെയിൻസ് പോകുന്ന പോലെ മദ്രാസിലൊക്കെ പോകുന്ന പോലെ പടപടപടപടാന്ന് അത് നമുക്കിതൊരു സാറ്റലൈറ്റ് ടൗൺഷിപ്പാണ്. കേരള സംസ്ഥാനത്ത് മുഴുവൻ എക്സ്റ്റൻഡഡ് ടൗൺഷിപ്പാണ് എന്ന് പറഞ്ഞ വില്ലേജുകളില്ല. എവറി 10 കിലോമീറ്റേഴ്സ് ഒരു ടൗൺഷിപ്പ് ഉണ്ട്. ഇവിടെ എല്ലാം ട്രെയിൻ നിർത്തേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ പടപടപടപടാന്ന് ഈ സിസ്റ്റമാണ് ഇനി തിരുവനന്തപുരം തൊട്ട് കോഴിക്കോട് വരെയോ അല്ലെങ്കിൽ അത് വലിയ എക്സ്പെൻസീവും അല്ല. അത് അങ്ങനെ ഒരു പ്രപ്പോസലാണ് കേരള കോൺഗ്രസ്. ഡബിളിംഗ് പൂർത്തിയായപ്പോഴേ ട്രെയിനുകളുടെ വേഗത അല്ലെങ്കിൽ സമയക്രമം ഇതൊന്നും പ്രത്യേകിച്ച് ഒരു മാറ്റവും യഥാർത്ഥത്തിൽ സംഭവിച്ചില്ല. അത് ഈ ഓട്ടോമാറ്റിക് സിസ്റ്റം ആകാത്തുണ്ട്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ആ എക്സ്പെൻസ് നമുക്കൊരു വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റായി മാറും. കാരണം ഈ റോഡുകൾ കൂടുതൽ നിർമ്മാണം ചെയ്യാൻ പ്രയാസമാണ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ജയകുമാർ എന്നോട് ചോദിച്ചു, എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള ഒരു സിറ്റി ആയതുകൊണ്ട് ഈ സബർബൻ ട്രെയിൻ പോലെ ഇലക്ട്രിക്കാണ്, അറ്റ് ദ സെയിം ടൈം ഓട്ടോമാറ്റിക് സിസ്റ്റം വരുമ്പോൾ അന്ന് സംസാരിച്ചപ്പോൾ ഏതാണ്ട് ഒരു കമ്പാർട്ട്മെൻറ്റിന് 33, അത് മാത്രമാണ് ഇൻവെസ്റ്റ്മെൻ്റായിട്ട് മെയിനായിട്ട് വരുന്നത്, 33 കോടി രൂപ വരും. പക്ഷേ അങ്ങനെയുള്ള ഷോർട്ടായിട്ടുള്ള ട്രെയിനുകൾ കൊണ്ടുവന്നാൽ അതിന് ഈവൻ നമ്മുടെ ഈ സിയാല് പോലെ തന്നെ CII അല്ലെങ്കിൽ ചേംബർ ഓഫ് കൊമേഴ്സ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അല്ല, അങ്ങനെ ഒരു പ്രപ്പോസൽ പണ്ട് പറഞ്ഞിരുന്നു. എന്തോ അതെ, അതൊരു സങ്കടമാണ്. ഞാൻ ഇപ്പോഴും അതിലേ പോകുമ്പോഴും ഞാൻ ചിലപ്പോൾ നാട്ടിൽ ഗസ്റ്റ് ഹൗസിലൊക്കെ കാണുമ്പോൾ ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഒരു സ്വപ്നം അത് നടക്കാതെ പോയല്ലോ എന്നുള്ളൊരു വലിയ വളരെ സംഘത്തോട്ട് പറയുകയാണ്. അത് വലിയൊരു സങ്കടമാണ്. കാരണം കോട്ടയം മണ്ഡലത്തിൽ ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ഇനി അടുത്തൊരിടത്തും അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ കഴിയില്ല. അവിടെ ഒരു ഗ്രീൻ ബെൽറ്റാണ്, അവിടെ ഡെവലപ്മെൻറ്റും വരില്ല. പക്ഷേ അവിടുത്തെ വാട്ടർ ബോഡിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവിടെ ഗവൺമെൻറ് പ്രോജക്റ്റ് ആണെങ്കിൽ ആ പ്രപ്പോസലോ അത് പ്രൈവറ്റ് വ്യക്തികളാണ്, അവരെല്ലാം തരാനും തയ്യാറാണ്. പക്ഷേ അവർ ഫ്രീ ആയിട്ട് തരുമ്പോൾ അവർക്കൊരു 30% ഡെവലപ്മെൻറ്റ് റേറ്റ് ഇത് അവരുമായിട്ട് സംസാരിച്ച് എഗ്രിമെൻ്റ് വരെ വരുന്നതാണ്. അങ്ങനെ വരികയും മറ്റ് കമ്പനികൾ വരികയും ഒരു 5 പൈസ പോലും മുടക്കാതെ ടേൺകി പ്രോജക്റ്റായിട്ട് 40% മുനിസിപ്പാലിറ്റിക്ക് റവന്യൂ, 60% ഈ പറയുന്ന ഇതിൻ്റെ പേയ്മെൻറ്റ് ഒരു 25 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്നതും അത് ഒരു കാരണവശാലും ഒരു ട്രാഫിക് ജാം വരാത്ത രീതിയിൽ അതിനകത്ത് ഉള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ 50 വർഷം കഴിഞ്ഞാലും ട്രാഫിക് ജാം അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അതിനകത്ത് സ്റ്റേഡിയം കാണും, തിയേറ്റർ കാണും, കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് കാണും, അപ്പാർട്ട്മെൻറ്റ് കാണും. അതിനകത്ത് 3 ഈ കോച്ചിങ് ടെർമിനലും അതുപോലെ കൊടുവൂരാറിൽ നിന്ന് വരുന്ന അവിടെ നിന്നുള്ള ബോട്ട് സർവീസും അതോടൊപ്പം തന്നെ ലോങ് ഡിസ്റ്റൻസ് ബസ്സുകളും വന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനം. അതാണ്ട് ഒരു 150-170 ഏക്കർ സ്ഥലമുണ്ട്. അതിനകത്ത് നമുക്കൊരു 75-80% ലാൻഡ് ഉപയോഗിച്ചാൽ മതി. വാട്ടർ ബോഡീസ് ഉൾപ്പെടെയുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി അതിനുവേണ്ടി ബഡ്ജറ്റിൽ 5 കോടി രൂപ വന്നു. പിന്നെ നമ്മൾ കിറ്റ്കോയ്ക്ക് കൊടുത്തു. അത് പിന്നെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ടായി. അങ്ങനെ പിന്നെ സമരമായി, മറ്റേതായി, മറിച്ചതായി ഇതെല്ലാം അങ്ങ് പോയി. എന്തോ അല്ല, LDF മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു ധാരണയുടെ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ചില കോൺസെപ്റ്റ് വന്നു കഴിയുമ്പോൾ സാധാരണ ജനങ്ങൾ ഇതാണ്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് എന്നുള്ള രീതിയാണ്. അപ്പം ജനങ്ങളുടെ ധാരണയുണ്ട്, LDFന്റെ ധാരണ കാണും, UDFന്റെ കാണും, പെട്ടെന്ന് അതിന് നടുക്കൂടെ വേറൊരു വഴി വന്നു. ഇതൊക്കെ ഒരു പ്ലാൻ ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ്. അത് മനസ്സിലായത്. പക്ഷേ ആ വഴികളൊക്കെ നമുക്ക് ഉണ്ടാക്കാമായിരുന്നു. അത് മനസ്സിലായില്ലേ? BJP കേന്ദ്രമന്ത്രി അടക്കം കോട്ടയത്ത് നിന്ന് പലർക്കും സംഭവിച്ചിരിക്കുകയാണ്. സാധ്യത പോസിറ്റീവാണ്. അത് മന്ത്രി തീർച്ചയായിട്ടും കേരള സംസ്ഥാനത്ത് ലഭിക്കുന്നത് നല്ലതാണ്. പക്ഷെ അത് പ്രായോഗികമായി കാര്യങ്ങൾ കൊണ്ട് എത്തിക്കണം. കോട്ടയത്തിന് വേണ്ടിയും അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിന് വേണ്ടിയും കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും സന്തോഷം. അത് എത്ര മന്ത്രിമാർ വന്നാലും നമുക്ക് സന്തോഷമുള്ള കാര്യമുള്ളൂ. ഏതാ അല്ല, ടൂറിസം സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് മാൻസാർ തന്നെയാണ് പ്ലാനിംഗ് ബോർഡ് അന്ന് സാങ്ഷൻ ചെയ്ത ഇതാണ്. ഒന്ന്
പിലിഗ്രിം ടൂറിസം, ഗ്രീൻ ടൂറിസം, ആ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് കെ എം മാണി സാറാണ്. അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ കഴിഞ്ഞ സർക്കാർ, NDA സർക്കാരാണ് അതിനെ ഏറ്റുപിടിച്ച പിലിഗ്രിം ടൂറിസം എന്ന് കൊണ്ടുവന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട പിലിഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ട കേരള സംസ്ഥാനത്ത് അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. പക്ഷേ ആ ഇതുമായി ബന്ധപ്പെട്ട ആദ്യമേ നാലമ്പലം, രാമപുരത്തുള്ള നാലമ്പലവുമായി ബന്ധപ്പെട്ട മുഴുവൻ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു. അതുകൂടാതെ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചത് ഈ പറഞ്ഞ ടൂറിസവുമായി ബന്ധപ്പെട്ട ഇലവീഴ പൂഞ്ചിറ കാര്യങ്ങൾ ചെയ്തു. അതുകൂടാതെ നമ്മളിപ്പോൾ ഗൂഗിൾ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും, റീൽസ് വരെ ഇറങ്ങുന്നുണ്ട് നമ്മുടെ ഇല്ലിക്കക്കല്ല്. അതിനകത്ത് 3 സ്ഥലങ്ങളിൽ കൂടിയാണ് റോഡ് വന്നെത്തുന്നത്. പക്ഷേ ഇനിയും അവിടെ PPP മോഡലിൽ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അവിടുത്തെ ഏതാണ്ട് 2000 ഏക്കർ സ്ഥലങ്ങളോളം അവിടെ ഇലവീഴ പൂഞ്ചിറയുമായി ബന്ധപ്പെട്ടുള്ള റവന്യൂ സ്ഥലങ്ങളുണ്ട്. ചിലതൊക്കെ അതിലൊക്കെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ കയറി പോകുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നു. പക്ഷേ അവിടെയൊക്കെ PPP മോഡലിൽ നല്ല സൗകര്യങ്ങളും ഹോട്ടൽ സൗകര്യങ്ങളും കേബിൾ കാറും ഇങ്ങനെയൊക്കെ വന്നെങ്കിലേ ഉള്ളൂ അതിലേക്ക് കൊണ്ട് എത്തിക്കാൻ കഴിയും. അതുപോലെ തന്നെ പിലിഗ്രിം സെന്റേഴ്സ് പല മേഖലകളുണ്ട്. പന്തളപ്പാട്ട് ക്ഷേത്രം, അതുപോലെ തന്നെ തങ്ങൾപ്പാറയുണ്ട്. ഇങ്ങനെ പലതും ബന്ധിച്ച് വേണം പോകാനായിട്ട്. നല്ലൊരു സ്കോപ്പ് ഉണ്ട് കോട്ടയത്ത് ഇതുമായി ബന്ധപ്പെട്ട്. അല്ല, എല്ലാവരും കൂടെ ഒന്ന് യോജിച്ചാൽ തീർച്ചയായിട്ടും ഒരു സ്വപ്നമാണ്, നടപ്പിലാക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം വേറൊരു സ്ഥലം ഇനിയില്ല. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ പബ്ലിക് കാറുകൾ കയറരുത്. പബ്ലിക് കാറുകൾ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. അവിടുന്ന് യൂട്ടിലിറ്റി സർവീസ് ബസ്സുകൾ എപ്പോഴും 5 മിനിറ്റ് വീതം കാണും. അതൊക്കെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അത് ഫ്രീ സർവീസാണ്. അത് കൊണ്ടേ ഇറക്കുക. അത് ഫ്ലാറ്റിൽ പോകണമെങ്കിൽ അത് തന്നെയാണ്. അപ്പോൾ ഒരിക്കലും ഇതിനകത്ത് ഒരു കൺജക്ഷൻ വരില്ല. സൈക്കിൾ വേ ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുള്ളതായിരുന്നു. ഇനി വരാൻ പോകുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഓരോ ഫ്ലാറ്റുകൾ ഇങ്ങനെ വരും. അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കിടക്കും. ഏതാ? അതെ, പ്രസ് ക്ലബിന് ഇതുപോലെ ഞങ്ങൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നതും മനസ്സാതിരിക്കുന്ന തന്നതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് ഒരു താല്പര്യം വെച്ച് ഇവിടെ കൊടുത്തപ്പോൾ മറ്റ് പ്രസ് ക്ലബുകൾക്ക് എല്ലാം കൊടുക്കേണ്ടി വന്നു. ഡൽഹി ഉൾപ്പെടെ കൊടുത്തു. ഇനി ജോസ് കെ മാണിക്ക് നമുക്ക് ആലോചിക്കാം. ഇപ്പം LDF-ല് പ്രോട്ടോകോൾ വെച്ച് 3ാം സ്ഥാനക്കാരനാണ് അങ്ങ്. അതുപോലെ തന്നെ സീനിയർ പാർലമെന്ററി അംഗമാണ് പാർലമെന്റിൽ. അപ്പോൾ ഈ 2 സാധ്യതകളും നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോട്ടയത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരു പ്രത്യേകം എന്തെങ്കിലും ഒരു മാസ്റ്റർ പ്ലാൻ അങ്ങയുടെ കൈവശമുണ്ട്. അപ്പോൾ ഈ മൊബിലിറ്റി ഹബ്ബ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇത്രയും വലിയ സ്വാധീനത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം വിനിയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് അല്ല, എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ മൊബിലിറ്റി ഹബ്ബൊക്കെ പറഞ്ഞെങ്കിലും ആത്യന്തികമായി ഇവിടുത്തെ സാധാരണക്കാരും അതുപോലെ തന്നെ നമുക്ക് ഒന്ന് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധ്യതയുള്ള ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ വേറെ ഒന്ന് സ്വകാര്യ മേഖലയിലാണെങ്കിലും ബ്രില്യൻ്റ് ഉണ്ട്. അവിടെ പുറത്തുനിന്ന് വരും, തമിഴ്നാട്ടിൽ നിന്ന് വരെ പിള്ളേർ വന്ന് പഠിക്കുക. ഏതാണ്ട് 15,000 കുട്ടികളുണ്ട്. ഇപ്പം IIIT പുറത്തുനിന്നും നമ്മുടെ അകത്തുനിന്നുമുള്ള 1800 കുട്ടികളുണ്ടെന്ന് ഓർത്തോണം. അതിനകത്ത് 1800. ഞാൻ പലരോടും ഈ സ്ഥാപനത്തിൻ്റെ ഫോട്ടോ കാണിക്കും, ഇങ്ങനെ സ്ഥാപനം ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഗൂഗിളിൽ പോയാൽ IIIT കോട്ടയം എന്ന് അടിച്ചാൽ മതി. അതുപോലെ തന്നെ സയൻസ് സിറ്റിയിൽ കഴിഞ്ഞ ദിവസം അതിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഈ 100 ദിന പരിപാടിയിൽ അത് ഉൾപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. എന്നാലല്ലേ ഒരു വേഗത്തിൽ അത് തീർത്തെടുക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ IMC അങ്ങനെ. അപ്പോൾ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല സ്ഥാപനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. അതാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ സ്ഥാനം ആരംഭിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ MG യൂണിവേഴ്സിറ്റി ഒരു മാതൃകയായി, ഞാൻ പറയാം, ഇവിടെ നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട് എങ്കിലും ന്യൂ ജനറേഷൻ കോഴ്സുകൾ അതിപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വെച്ചിട്ട് നമുക്കറിയാം 4 വർഷം കൊണ്ട് ഇത്രയും കോഴ്സുകൾ മറ്റ് അതൊക്കെ ഉണ്ട്. പക്ഷെ ന്യൂ ജനറേഷൻ കോഴ്സുകൾ ആരംഭിക്കണം. അതിന് സർക്കാർ അത് ഉടനടി നടപടികൾ എടുക്കണം. പലപ്പോഴും കാണുവാൻ കഴിയും ഈ കരിക്കുലം രൂപപ്പെടുത്താൻ വലിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ആഴത്തിൽ പോകാനുള്ള ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുക. ആ ന്യൂ ജനറേഷൻ കോഴ്സുകൾ ഉണ്ടെങ്കിൽ പകുതി ആളുകളും വിദേശത്ത് പോകാതെ ഇവിടെ നിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. മുഖ്യമന്ത്രി ജോസ് കെ മാണി ഒരു പദ്ധതി സമർപ്പിച്ച തള്ളുകയെന്നുള്ളതാണ് എല്ലാവരുടെയും വിശ്വാസം. അപ്പോൾ പ്രസ് ക്ലബ്ബ് കോട്ടയത്ത് നമുക്ക് കൊടുത്തത്. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ പ്രത്യേകം സന്തോഷം ഇങ്ങനെയൊരു സാഹചര്യം ഒരുക്കിയതിന്. അപ്പോൾ
രണ്ട് കാര്യം. ഒന്നുള്ളത്, നമ്മുടെ പ്രാദേശിക പാർട്ടികൾ ഉള്ളത് കൊണ്ടാണ് ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്ക് തിരിയാതെ പോകുന്നത്. അല്ലെങ്കിൽ നമ്മളത് കണ്ടു കഴിഞ്ഞ LDA സർക്കാരിൻ്റെ കാലത്ത്. ഇപ്പോൾ പ്രാദേശികളുണ്ടല്ലോ. അല്ലല്ല, അത് ഇപ്പോൾ ഞങ്ങൾ വാതിൽ തുറന്നാണ് ആർക്ക് വേണേലും ഇങ്ങോട്ട് വന്ന് കയറാം. അങ്ങനെ വന്ന് കയറിയത് പോയിട്ടുമുണ്ട്. കേരള കോൺഗ്രസ് ഒന്നേ ഉള്ളൂ. ആ ഒന്നുള്ളത് കേരള കോൺഗ്രസ് എമ്മാണ്. ഞങ്ങൾ ഉത്തരവാദിത്വമുള്ള ഏതെങ്കിലും സ്ഥാനം ഒന്നും മോഹിച്ചല്ല, അല്ലാതെ വരുന്ന കേരള കോൺഗ്രസ്. കഴിഞ്ഞ ദിവസം ഒന്നല്ല, ഞാൻ പറഞ്ഞു, കൊല്ലം ജോസഫ് ഗ്രൂപ്പിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് വന്ന് മെമ്പർഷിപ്പ് എടുത്തത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വന്നെടുത്തത്. പുള്ളി ഹൗസിംഗ് ബോർഡിൻ്റെ ചെയർമാനായിരുന്നു, ഇതൊക്കെയായിരുന്നു. അങ്ങനെ പല ആൾക്കാർ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവർ വന്നത്. അപ്പോൾ അങ്ങനെ ആളുകൾ വന്ന് കയറുന്നുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമുക്ക് ജോസ് കെ മാണിയോട് പ്രത്യേകം നന്ദി പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒരു മാധ്യമപ്രവർത്തനയാണ് PSC അംഗമാക്കിയിരുന്നത്. ഇപ്പോൾ ഇൻഫർമേഷൻ കമ്മീഷണർ ആയിട്ട് മാധ്യമപ്രവർത്തനം കൂടെ. അതിനെ ചില സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ വലിയ ശക്തമായിട്ട് പ്രത്യേക നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ ഇങ്ങനെ പരിഗണനയിൽ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടുത്തുന്നതിൽ നമ്മളെത്രയും നമുക്ക് ചില എക്സ്പെർട്ട് ടീമുകളുണ്ട് പല സ്ഥലത്തും, അങ്ങനെയുള്ളവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് കഴിഞ്ഞ 21-ാം തീയതി രാജ്യസഭാംഗമായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പറ്റി ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നമുക്ക് ഉറപ്പ് നൽകിയതാണ്. അന്ന് ഞാൻ രാഷ്ട്രീയമൊന്നും പറയത്തില്ല, ഞാൻ 8-ാം തീയതി ഇവിടെ വരാം, വീണ്ടും പ്രശ്നം നടത്താം, അന്ന് രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഇവിടെ നിങ്ങളുമായി ചർച്ച ചെയ്യാമെന്ന് നമുക്ക് വാക്ക് നൽകിയതാണ്. അത് പറഞ്ഞപ്പോൾ പ്രകാരം തന്നെ നമുക്ക് ഇന്ന് വളരെ വിശദമായിട്ട് രാഷ്ട്രീയ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അടുത്ത 5 വർഷത്തെ പ്രോജക്റ്റുകളെ പറ്റി നമ്മൾ സംസാരിച്ചു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ജോസ് കെ മാണി MPക്ക് കോട്ടയം പ്രസ് ക്ലബിൻ്റെയും മാധ്യമപ്രവർത്തകരുടെയും എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തിന് അടുത്ത 5 വർഷം വളരെ നല്ല രീതിയിൽ MP എന്നുള്ള നിലയിൽ രാജ്യസഭാംഗങ്ങളുടെ അടുത്ത 6 വർഷം MP എന്ന നിലയിലും ബാക്കി രാഷ്ട്രീയ കാര്യങ്ങളും എല്ലാം ശോഭനമായി ഭാവിയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം എത്തിയ ശ്രീ വിജയൻ തോമസ്, എല്ലാ മാധ്യമപ്രവർത്തകരും എല്ലാവർക്കും